നമസ്കാരം. നിളയൊരു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സ്കൂൾ അധ്യാപകന്റെ കാർ മോഷണം പോയ സംഭവത്തിൽ അന്തർ സംസ്ഥാന വാഹന മോഷ്ടാവ് ചാലിശ്ശേരി പോലീസിന്റെ പിടിയിലായി. ആലപ്പുഴ തലവടി സ്വദേശി പുത്തൻപറമ്പിൽ വീട്ടിൽ വിനോദ് മാത്യു ആണ് പോലീസ് പിടിയിലായത്. മേഴത്തൂർ സ്കൂൾ അധ്യാപകന്റെ ഉടമസ്ഥതയിലുള്ള ടൊയോട്ടോ എറ്റിയോസ് ലിവ കാർ 2023 മാർച്ച് 20 മോഷണം പോകുന്നത്. കൂറ്റനാട്ടെ വർക്ക്ഷോപ്പിൽ നിന്നാണ് അറ്റകുറ്റപ്പണികൾക്കായി എത്തിച്ച കാർ മോഷണം പോകുന്നത്. സംഭവത്തിൽ ചാലിശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തുടർന്ന് 15 മാസം നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ ദിവസമാണ് പ്രതിയെ പിടികൂടിയത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 25ലേറെ വാഹനമോഷണ കേസുകളിലെ പ്രതിയാണ് പിടിയിലായ വിനോദ്. വർക്ക്ഷോപ്പുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും വാഹനമോഷണങ്ങൾ നടത്തിയിരുന്നത്. വർക്ക്ഷോപ്പിന്റെ പൂട്ടു തകർത്ത ശേഷം അവിടെ സൂക്ഷിച്ചിരിക്കുന്ന താക്കോൽ ഉപയോഗിച്ച് വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു പോകുന്നതാണ് ഇയാളുടെ മോഷണ രീതിയെന്ന് പോലീസ് പറഞ്ഞു. മോഷ്ടിച്ച വാഹനങ്ങൾ തമിഴ്നാട്ടിൽ എത്തിച്ച ശേഷം വിൽപ്പന നടത്തും. പ്രതിയെ പോലീസ് തിങ്കളാഴ്ച കാലത്ത് കൂറ്റനാട്ടെ വർക്ക്ഷോപ്പിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ചാലിശ്ശേരി CI സതീഷ് കുമാർ, SI ഡേവി എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതിയെ പിടികൂടിയത്. CCTV ന്യൂസ് തൃത്താല. പെരുമ്പടപ്പ് മാറഞ്ചേരി ചേലക്കടവ് പാടത്ത് സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങിയ 16 വയസ്സുകാരൻ മുങ്ങി മരിച്ചു. മാറഞ്ചേരി താമലശ്ശേരി 16 വയസ്സുള്ള ഇബ്രാഹിം മകൻ റിസാലാണ് മരിച്ചത്. മാറഞ്ചേരി മുക്കാല സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് റിസാൽ. ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. ചേലക്കടവ് പാടത്ത് കായലിനോട് ചേർന്ന് വെള്ളം കൂടിയ ഭാഗത്ത് കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയ റിസാലിനെ കാണാതാവുകയായിരുന്നു. 8ഓളം പേർ അടങ്ങുന്ന സംഘമാണ് പാടത്ത് കുളിക്കാനായി പോയത്. മറ്റു കുട്ടികൾ നീന്തി കരയ്ക്കെത്തിയെങ്കിലും റിസാൽ എത്തിയില്ല. തുടർന്ന് നാട്ടുകാർ നടത്തിയ തെരച്ചിൽ റിസാലിനെ കരയ്ക്ക് കയറ്റി പുത്തൻപള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. യുവതിയോട് ലൈംഗികാതിക്രമം കാണിച്ച പ്രതിയെ ചാലിശ്ശേരി പോലീസ് പിടികൂടി. കൂട്ടുപാത നെല്ലിക്കാട്ടിരി സ്വദേശി ഏർക്കര വീട്ടിൽ ഫിറോസ് ആണ് അറസ്റ്റിലായത്. യുവതിയെ പിറകെ നടന്ന് നിരന്തരം ശല്യപ്പെടുത്തുകയും പ്രദേശത്തെ ഗ്രൗണ്ടിൽ തടഞ്ഞു നിർത്തി ലൈംഗിക അതിക്രമം കാണിക്കുകയും ശ്രമിക്കുകയുമായിരുന്നു. തുടർന്ന് യുവതിയുടെ പരാതിയിൽ പോലീസ് പ്രതിയെ പിടികൂടി. ചാലിശ്ശേരിയിൽ സ്റ്റേഷനറി കടയിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻസ് പിടികൂടി. ചാലിശ്ശേരി മെയിൻ റോഡിൽ പ്രവർത്തിക്കുന്ന നമ്പൂതിരി സ്റ്റേഷനറി കടയിൽ നിന്നാണ് ചാലിശ്ശേരി പോലീസ് ഹാൻസ് കണ്ടെടുത്തത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. വിൽപ്പനയ്ക്കെത്തിച്ച 150 പാക്കറ്റ് ഹാൻസാണ് പോലീസ് പിടികൂടിയത്. കടയുടമ ചാലിശ്ശേരി സ്വദേശി പാലക്കാട്ടിരിമന PK ബാബു നമ്പൂതിരിക്കെതിരെ പോലീസ് നടപടി സ്വീകരിച്ചു. 2 മാസത്തെ വേനലവധിക്ക് ശേഷം കുട്ടികൾ വീണ്ടും അക്ഷരമുറ്റത്തേക്കെത്തി. കളിയും ചിരിയും കലപിലകളുമായി വിദ്യാലയമുറ്റത്തെത്തിയ കുരുന്നുകളെ മധുരം നൽകിയും വർണ്ണ ബലൂണുകളും പൂക്കളും നൽകിയുമാണ് വരവേറ്റത്. 2 മാസത്തെ വേനലവധിക്ക് ശേഷം കുട്ടികൾ വീണ്ടും അക്ഷരമുറ്റത്തേക്കെത്തി. കളിയും ചിരിയും കലപിലകളുമായി വിദ്യാലയമുറ്റത്തെത്തിയ കുരുന്നുകളെ മധുരം നൽകിയും വർണ്ണ ബലൂണുകളും പൂക്കളും നൽകിയുമാണ് വരവേറ്റത്. ലക്ഷത്തിലധികം കുരുന്നുകളാണ് ഇക്കുറി വിദ്യാലയങ്ങളിലേക്ക് എത്തിയത്. വർണ്ണബലൂണുകളും തോരണങ്ങളും തൂക്കി ആഘോഷമായാണ് കുരുന്നുകളെ സ്വീകരിച്ചത്. അധ്യാപകരുടെയും PTA കമ്മിറ്റികളുടെയും നേതൃത്വത്തിലായിരുന്നു പ്രവേശനോത്സവം. പ്രവേശനോത്സവത്തിനായി എത്തിയ കുരുന്നുകൾ വിദ്യാലയമുറ്റത്ത് സജ്ജമാക്കിയ കളിയിടങ്ങളിലും പാർക്കുകളിലും പുതിയ കൂട്ടുകാർക്കൊപ്പം ആദ്യ ദിനം ആഘോഷമാക്കി. സ്കൂൾ തുറക്കലിന്റെ ഹൈലൈറ്റായ കരച്ചിലും കണ്ണീരുമായി വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. കാലവർഷം എത്തിയെങ്കിലും ആദ്യ ദിനം മഴ നനയാതെ വിദ്യാലയമുറ്റത്തെത്താൻ കുരുന്നുകൾക്ക് കഴിഞ്ഞു. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ പ്രവേശന ഗാനവും വിദ്യാലയങ്ങളിൽ ആലപിച്ചു. ആദ്യ ദിനത്തിൽ ഉച്ചവരെ മാത്രമാണ് ക്ലാസുകൾ ഉണ്ടായിരുന്നത്. അധ്യാപകരിൽ നിന്നും ലഭിച്ച മധുരം നുണഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയവർ അടുത്ത ദിവസം മുതൽ അക്ഷരമധുരം നുണയാനായി വിദ്യാലയങ്ങളിലെത്തും. കളികൾക്കും കളിയിടങ്ങൾക്കും ഇനി അവധി കൊടുത്ത് പഠനത്തിന്റെ തിരക്കിലേക്ക് പ്രവേശിക്കുകയാണ് കുട്ടിക്കൂട്ടം. CCTV ന്യൂസ് കേച്ചേരി. മേഴത്തൂർ ഇരുപ്പക്കോട്ടുകാവ് ക്ഷേത്രത്തിന് സമീപം മരം കടപുഴകി കാറിന് മുകളിൽ വീണു. കാർ യാത്രികർ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തെ തുടർന്ന് റോഡിൽ ഗതാഗതം സ്തംഭിച്ചു. ഞായറാഴ്ച രാത്രി 7:45 അപകടം. സൗത്ത് തൃത്താല സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള കാറാണ് അപകടത്തിൽപ്പെട്ടത്. കടപുഴകി വീണ മരത്തിന്റെ കൊമ്പ് മാത്രമാണ് കാറിന് മുകളിൽ വീണത് എന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. കാറിന്റെ മുൻവശത്തെ ചില്ലുകൾ തകർന്നു. 1 മണിക്കൂറിലധികം നീണ്ട പരിശ്രമത്തിനൊടുവിൽ മരം വെട്ടിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. നമ്മുടെ സുഹൃത്തിൻ്റെ കാരണമൊക്കെ വിളിച്ചായിരുന്നു. അങ്ങനെ വിളിച്ചത് അങ്ങനെ മരം വീണ്ടായിരുന്നു. വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് ഗ്ലാസും മേൽഭാഗവും ഭാഗത്തിനാണ് കഷ്ടിച്ച് രക്ഷപ്പെട്ടാണ്. കഷ്ടിച്ച് ആ ഭാഗം ചെറിയൊരു കൊമ്പ് തട്ടിയൊന്നും കഴിച്ചില്ലായിരുന്നു. റോഡ് ക്രോസ് ആയിട്ട് മരം കെടുക്കുന്നു.
കൂറ്റനാട് ഗുരുവായൂർ റോഡിൽ വലിയ പള്ളിക്ക് സമീപം റോഡരികിലെ മരം കടപുഴകി വീണു. കഴിഞ്ഞ ദിവസം രാത്രിയിലെ കാറ്റിലും മഴയിലുമാണ് മരം വീണത്. മരം വീണതിനെ തുടർന്ന് 2 ഇലക്ട്രിക് പോസ്റ്റുകൾ പൂർണ്ണമായും തകർന്നു. ഒരു വൈദ്യുതി പോസ്റ്റ് റോഡരികിലെ ജ്യൂസ് കടയ്ക്ക് മുകളിലേക്ക് വീണു. റോഡരികിലിനോട് ചേർന്ന് മരം വീണതിനാൽ വാഹന ഗതാഗതം തടസ്സപ്പെട്ടില്ല. വൈദ്യുതി പോസ്റ്റുകൾ തകർന്നതോടെ പ്രദേശത്ത് മണിക്കൂറുകളോളം വൈദ്യുതി തടസ്സവും നേരിട്ടു. തിങ്കളാഴ്ച ഉച്ചയോടെ ക്രെയിൻ എത്തിച്ച ശേഷമാണ് മരം വെട്ടി നീക്കിയത്. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. മഴക്കാലത്ത് വ്യത്യസ്ത കളിപ്പാട്ടങ്ങൾ ഒരുക്കുകയാണ് ആറങ്ങോട്ടുകര കുണ്ടുപുള്ളി വേലായുധൻ. മുൻപും നിരവധി കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇദ്ദേഹം. മരപ്പണിക്കാരനായ വേലായുധന് മഴക്കാലമായതിനാൽ ജോലിയും കുറവാണ്. വീട്ടിനോട് ചേർന്ന് ചെറിയ പണിപ്പുരയിൽ തന്നെ മനസ്സിൽ വരുന്ന ആശയങ്ങൾക്ക് പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചാണ് കൗതുകം ഉണർത്തുന്ന ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നത്. മണികണ്ഠൻ, മനോഹരൻ എന്നിവർ മക്കളാണ്. മണികണ്ഠൻ പഞ്ചവാദ്യ കലാകാരനാണ്. ആറങ്ങോട്ടുകര വയലി ബാംബു മ്യൂസിക്കിലെ കലാകാരനാണ് മനോഹരൻ. ഇതിവിടെ ഒരു പക്ഷിയിരുന്നിരുന്നു. ആ പക്ഷീനെ ഞങ്ങൾ വേറെ സാധനം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതൊരു പൊന്മട മാതിരിയുള്ളൊരു ഇത് കിട്ടി. ഈ സൈഡിൽ പൊന്മ ഇവര് മീൻ പിടിക്കാനുള്ളൂ. അപ്പോൾ ഒരു പൊന്മ വന്നിരിക്കണ ഒരു ആക്ഷൻ കിട്ടിയിരുന്നു. ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സാധനങ്ങൾ പണിയെടുക്കാൻ പറ്റും. അതും സാധനം മോളൊക്കെ മൊത്തത്തിൽ വർക്കില്ല. വർക്ക് കമ്മിയായതിൻ്റെ പേരിൽ വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും അങ്ങനെ പണിയെടുത്ത് നോക്കുക മാത്രമേ ഉള്ളൂ. മൊത്തം മരപ്പണി തന്നെയാണ്. ഇതിന് എന്താ പറയുക, വീൽ, വാട്ടർ വീൽ എന്നാണ്. വാട്ടർ വീൽ ഫൗണ്ടിങ് എന്നാണ് അതിന് പറയും. വാട്ടർ വീൽ ഫൗണ്ടിങ്ങിൻ്റെ വർക്കാണ് ഇത്. നല്ല രീതിയിലാണ് കുറേ സാധനങ്ങൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാക്കണം. അപ്പോഴാണ് കാണാൻ നല്ല വൃത്തി. പക്ഷെ പണി വരും. ഇത് നമ്മൾ മുളയിലാണ് ഉണ്ടാക്കേണ്ടത്. മുളയിൽ കാണാൻ നല്ല വൃത്തി ഉണ്ടാവും. മുളയിൽ ഇത് പ്ലാസ്റ്റിക്കും മുള മരമൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ സാധനം ഉണ്ടാക്കി. മൊത്തം നമുക്ക് നമ്മുടെ നാട്ടിൽ നല്ല മുള കിട്ടില്ല. ഇതിനെ പറ്റിയ മുള കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ വല്ല വയനാട്ടിൽ മുളകൾ കിട്ടും. നമ്മുടെ നാട്ടിൽ നല്ല മുള അല്ലല്ലോ, കാമ്പ് ഉള്ളത് മുളയില്ല. ഇത് കാമ്പ് അധികം പാടില്ല. അങ്ങനത്തെ മുളയിലുണ്ടാക്കും. പിന്നെ മരം കട്ട് ചെയ്തിട്ടുണ്ടാക്കുമ്പോൾ പണി കൂടി. അങ്ങനെ കുറേ വ്യത്യാസങ്ങളുണ്ട്. ചാലിശ്ശേരി പെരുമണ്ണൂർ യുവധാര കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ മെറിറ്റ് ഡേ 2024 സംഘടിപ്പിച്ചു. പരിപാടി തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റെജീന ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സരിത വിജയൻ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അനു വിനോദ് മുഖ്യാതിഥിയായി. കഴിഞ്ഞ 4 പതിറ്റാണ്ടിനപ്പുറം ഗ്രാമത്തിലെ പോസ്റ്റ് ഓഫീസിൽ നിന്നും വിരമിച്ച ചന്ദ്രനെ ബ്ലോക്ക് പ്രസിഡന്റ് പൊന്നാടയും ജില്ലാ പഞ്ചായത്ത് അംഗം മൊമന്റോയും നൽകി. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. യുവധാര രക്ഷാധികാരികളായ വേണു കുറുപ്പത്ത്, ബാലൻ പെരുമണ്ണൂർ, ട്രഷറർ റാഫി എന്നിവർ സംസാരിച്ചു. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ക്ലബ്ബ് പ്രസിഡന്റ് വിഷ്ണു സ്വാഗതവും വിദ്യാർത്ഥി ആദിത്യ നന്ദിയും പറഞ്ഞു. പ്രിയദർശിനി സാധുജന സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിരുട്ടാണം പ്രദേശത്തെ SSLC, +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിക്കുകയും പ്രദേശത്തെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. സമിതി സെക്രട്ടറി ശിവശങ്കരൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വാപ്പുട്ടി വിരുട്ടാണം അധ്യക്ഷനായി. കവയത്രി ശ്രീദേവി PS, രാജൻ, മുസ്തഫ, മുത്തു ഇട്ടോണം, അലി മാസ്റ്റർ, സുമ തുടങ്ങിയവർ സംസാരിച്ചു. 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. തിരുമിറ്റക്കോട് ചാത്തന്നൂർ ചിറക്കൽ ക്ഷേത്രത്തിന് സമീപം വാടക വീട്ടിൽ താമസിക്കുന്ന കുണ്ടുള്ളിൽ പുളിക്കലാത്ത് ശിവന്റെ മകൻ കാളിദാസനെയാണ് വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്.
13 വയസ്സാണ്. ഞായറാഴ്ച 2:30യോടെയാണ് സംഭവം. വീടിനകത്ത് തൂങ്ങിയ നിലയിൽ കണ്ടയുടനെ തൃശൂർ മെഡിക്കൽ കോളേജിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചാലിശ്ശേരി പോലീസ് സംഭവസ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസ് പറഞ്ഞു. തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തിങ്കളാഴ്ച ഉച്ചയോടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. സ്കൂൾ തുറക്കുന്നതിന് തൊട്ടുതലേന്നുണ്ടായ വാർത്തയറിഞ്ഞ നാട്ടുകാരും സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളും വലിയ നടുക്കത്തിലാണ്. ചാത്തന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. രേഷ്മ മാതാവാണ്. ശ്രീഹരി, ശിവാനി എന്നിവർ സഹോദരങ്ങളാണ്. CCTV ന്യൂസ് തൃത്താല. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.